കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കൊറ്റയിൽ നിന്നും പെഷവാറിലേക്ക് പോവുകയായിരുന്ന ജാഫർ എക്സ്പ്രസ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ പോരാളികൾ തട്ടിയെടുത്തിരുന്നു. അതിനുശേഷം അവർ 48 മണിക്കൂർ പാക് സർക്കാർ നൽകിയിരുന്നു. തങ്ങളുടെ സ്വതന്ത്ര സമര പോരാളികളെ ജയിലിൽ നിന്ന് വിട്ടയക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം. തുടർന്ന് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് പ്രതികരണങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രസ്താവനയുണ്ടായിരുന്നു. അതിൽ പറഞ്ഞത് ഈ റാഞ്ചികളെ മുഴുവൻ കൊന്നൊടുക്കിയെന്നും പലരെയും രക്ഷപ്പെടുത്തിയെന്നുമാണ്. എന്നാൽ അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നു. തങ്ങൾ ബന്ദികളാക്കിയ 214 സൈനികരെയും തങ്ങൾ കൊലപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണെന്നാണ്. അതായത് ഈ ട്രെയിൻ മോചിപ്പിച്ചെടുക്കാൻ ഇപ്പോഴും പാക് പട്ടാളത്തിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പറയുന്നത്. അവിടെ ഇപ്പോഴും ആ പ്രദേശത്ത് ഇപ്പോഴും കനത്ത പോരാട്ടം നടക്കുന്നു എന്ന് തന്നെയാണ്. അതുമാത്രവുമല്ല, ഷഹബാസ് ഷെരീഫ്, അതായത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി, ഈ പാക് സൈന്യം രക്ഷപ്പെടുത്തിയവരെ കാണും എന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇതുവരെ കണ്ടില്ല. മറ്റൊന്ന്, ഈ മൃതദേഹങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി 200 ശവപ്പെട്ടികളാണ് കഴിഞ്ഞ ദിവസം കൊറ്റയിലെത്തിയത്. അപ്പോൾ ഏതാണ്ട് ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പറഞ്ഞ കണക്കുമായി ശരിയായി വരുന്നു. അവർ 214 പേർ കൊല്ലപ്പെട്ടു എന്നാണ് പറഞ്ഞത്. 200 പെട്ടികൾ എത്തിച്ചിട്ടുണ്ട്. ഏതായാലും അതിൻ്റെ വിഷ്വൽസും പുറത്തു വന്നിട്ടില്ല. ഇതിനെക്കുറിച്ച് ഇതുവരെ പാക് സൈന്യം പ്രതികരിച്ചിട്ടുമില്ല. പാകിസ്ഥാന് വലിയ നാണക്കേടായി മാറുകയാണ് ഈ ട്രെയിൻ ഹൈജാക്കിംഗ് സംഭവം. ഏതായാലും ബലൂചിസ്ഥാനിൽ കനത്ത ആഭ്യന്തര യുദ്ധം തുടരുക തന്നെയാണ്. ന്യൂസ് ഡെസ്ക് മുസ്ലിം മലയാളം.